പഞ്ചാബി സ്റ്റൈലിലുള്ള ഈ കടലക്കറി തയ്യാറാക്കാനായിട്ട് കടല 7-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർന്ന് കിട്ടാനായിട്ട് വിടണം. കുതിർത്തിയെടുത്ത കടല കുക്കറിൽ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് തേയിലസത്ത്, കറുവയില, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവയിട്ട് ഒരു 6-7 വിസിൽ കേൾക്കുന്നത് വരെ ഇത് പാകം ചെയ്യണം. തേയിലസത്ത് ചേർത്തത് കൊണ്ട് കടല നല്ല ഡാർക്ക് നിറത്തിൽ കിട്ടും. ഇനി മറ്റൊരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സവോള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 3-4 മിനിറ്റ് ഇത് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് ഒരു 2-3 മിനിറ്റ് വഴറ്റാം. അടുത്തതായിട്ട് തക്കാളി പേസ്റ്റ് പാനിൽ ഒഴിച്ച് ഇളക്കി പാകം ചെയ്യുക. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് പാകം ചെയ്യണം. എന്നിട്ട് കായം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മാതളനാരങ്ങ വിത്ത് പൊടിച്ചത്, ആംചൂർ പൗഡർ, 1/2 സ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. അല്പം വെള്ളം കൂടി ഒഴിക്കണം. എന്നിട്ടൊരു 3-4 മിനിറ്റ് എല്ലാം കൂടെ പാകം ചെയ്ത് എടുക്കണം. ആദ്യം പാകം ചെയ്യാൻ വെച്ച കടല നന്നായി പാകമായി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഗരം മസാലയെല്ലാം എടുത്തു മാറ്റുക. എന്നിട്ട് പാകം ചെയ്തു വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ്, കസൂരി മേത്തി പൗഡർ എന്നിവയിട്ട് നന്നായി ഇളക്കിയ ശേഷം ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ ഇത് വേവിക്കുക. ഇനി മറ്റൊരു പാനിൽ നെയ്യ്, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഗ്യാസ് ഓഫാക്കിയതിനു ശേഷം ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത ജീരകം ഇട്ട് 1 മിനിറ്റ് വഴറ്റാം. ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസിന്റെ കൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിന്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. വ്യത്യസ്തമായ രീതിയിൽ ഈ കടലക്കറി നിങ്ങളും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.